നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചാണക അപ്പി അതായത് നമ്മുടെ ബൈജു കണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ വൃത്തികെട്ടവൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കറിയാം. മോഡലിങ്ങും നടിയൊക്കെ ആയിരുന്നു. ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച് കേരളത്തിൽ വലിയ പേരെടുത്തിട്ടുള്ള ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയാണ്. നമുക്ക് തോന്നുന്നത് ഇവരെല്ലാം ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സ്വന്തമായിട്ടൊരു നിലപാടോ അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഏജൻസിയെ വെച്ചിട്ട് വേടനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം വേടന്റെ പാട്ടിനെ, വേടന്റെ വരികളെ ഇവർ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്. എന്നാൽ വേടന് ദിനം പ്രതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിന്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ അതിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഊത്തലും ചൊറിച്ചിലുമാണ് ഇതുപോലുള്ള വാണങ്ങൾക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കുന്ന വഴിക്കാണ് ഈ വേട്ട നായയുടെ ഒരു വീഡിയോ കണ്ടത്. കാരണം കുറച്ച് കാലമായിട്ട് ഇവനില്ലായിരുന്നു ചിത്രത്തിൽ, വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ കണ്ടി ബൈജു. അപ്പോൾ ഈ കണ്ടി ബൈജുവിൻ്റെ ഈ ഒരു പരിഹാസവും ഇവർ പറഞ്ഞത്, ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ പറയുന്നു വേടൻ ഒരു വൃത്തികെട്ടവനാണ്, വേടൻ പല പെണ്ണുങ്ങളെയും ഭോഗിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇവരുടെ ഒരു പ്രസ്താവന. ഇത്രയും കാലം വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ രംഗത്ത് വരാത്ത പല ആൾക്കാരും രംഗത്ത് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഒതുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഒരു സ്ത്രീ വന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം അവിടെ നിന്ന് അറയ്ക്കും. ഈ സമൂഹത്തിന് എതിരാണ് വേടൻ എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് പൊളിച്ചടിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വേട്ട വളിയനും ഇവരും പറയുന്നത് എന്താണ് എന്നിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുക, വേടന്റെ ഫാൻസുകാർ കേൾക്കുക. വേടനെ ഇഷ്ടപ്പെടുന്നവർ ഇതിന് കൃത്യമായ മറുപടി വെറ്റകളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ പ്രതികരിക്കുന്നവന്റെ വായടപ്പിക്കുക, അല്ലെങ്കിൽ അവനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ കാലാകാലമായിട്ടുള്ള ഒരു അജണ്ട. അപ്പോൾ ഈ അജണ്ടയ്ക്കൊന്നും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പിടികൊടുക്കത്തുമില്ല. ഇനിയും വേടൻ എന്ന് പറയുന്ന കലാകാരന് വേദികൾ ഒരുപാടുണ്ടാകും, വേദികളും കിട്ടും. വേടൻ പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടുകൂടി നട്ടലോടുകൂടി നിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാതെ വേടൻ നിവർന്ന് നിന്ന് തന്നെ പാടും. അതിനകത്ത് ഒരു സംശയം വേണ്ട. നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം. ആയിരുന്നു വേടൻ, കാടൻ, പൂടൻ. അവസാനം നമ്മുടെ വേടന്റെ കാമസൂത്ര കഥകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഇവനെ തോളിൽ ഏറ്റി നടക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. കാരണം നിന്റെയൊക്കെ വീട്ടില് സ്ത്രീജനങ്ങൾ ഉണ്ടല്ലോ. ആ സ്ത്രീജനങ്ങളെയൊക്കെ അപ്പൊ നീ ഏത് ഭാഷയിലാണ് ഈ വേടന്റെ കാലൊക്കെ തൊട്ട് വന്നിരിക്കുന്ന കുട്ടികളെയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ആ കുട്ടിയുടെയൊക്കെ മനസ്സിലുള്ളത് നോക്കൂ. കാരണം ഇവന്റെ കാമസൂത്ര കഥകൾ പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, രേവതി സമ്പത്ത് എന്ന് പറയുന്ന പ്രമുഖ സിനിമാ നടി തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതുണ്ട്. കേട്ടിട്ട് നമുക്ക് ഓടി വരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി സമ്പത്താണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത്, ഹിരൺദാസ് മുരളി അഥവാ വേടൻ എന്ന പേരുള്ള ഒരു റാപ്പ് സിംഗറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വരുന്ന സെക്ഷൽ അബ്യൂസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറെ വായിക്കുന്നുണ്ട്, നമ്മൾ കുറെ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്തിടത്തിലൊക്കെ ആ ഒരു സെക്ഷൽ ക്രൈമിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ അവെയർ ആണ് അല്ലേ. അപ്പം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമപാലകരും നിയമസംരക്ഷകരും ഒക്കെ അവരുടെ അടുത്ത് എത്തിക്കാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒപ്പം മനഃപൂർവ്വം, അതായത് ഇന്റൻഷനലി കണ്ണിലും കാതിലും വായിലും ഒക്കെ ഒരു സെൻസർഷിപ്പ് ഇട്ട് നടക്കുന്ന സോ കോൾഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ തന്നെയാണ് ഞാനിവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി എവിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആ കാര്യം കുറച്ചും കൂടെ വ്യക്തത വരാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വളരെയധികം ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹിരൺദാസ് മുരളീനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയല്ല. എനിക്കറിയില്ല അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ, ആസ് എവ്രി വൺ, ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എനിക്ക് ആകെ അറിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സോങ്സ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വാ എന്ന് പറയുന്ന ഒരു സോങ് ആണെങ്കിലും ഇതെല്ലാം ഞാൻ അതിന്റെ റിലീസ് ഡേറ്റിന്റെ തലേ ദിവസം ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഫൈലിൽ നിന്ന്. അൺനോയിങ്ലി ദാറ്റ് ഇയാളൊരു സെക്ഷൽ അബ്യൂസർ ആണ് എന്നുള്ളത്, ഒരു സെക്ഷൽ ക്രിമിനൽ ആണ്, ഹിസ് എ ക്രിമിനൽ, ഒരു ക്രിമിനൽ ആണെന്ന് അറിയാതെ തന്നെ ഞാൻ ഷെയർ ചെയ്തതാണ്. അത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇഷ്യൂ പുറത്ത് വിസിബിൾ ആയി തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു തരത്തിലുള്ള വിസിബിലിറ്റി, ഒരു തരത്തിലുള്ള ആഘോഷങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള ക്രിമിനൽസിന് കൊടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലാണെങ്കിലും ഒക്കെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്. അഡ്മിറ്റ് ചെയ്തല്ലോ,
ഓക്കെ ഇപ്പോഴെങ്കിലും അഡ്മിറ്റ് ചെയ്തു, നിങ്ങൾ അഡ്മിറ്റ് ചെയ്തതോടുകൂടി അയാൾ വേറൊരു ലെവൽ ഓഫ് ഹ്യൂമൻ ആക്കി ആൾക്കാർ എടുക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഹി ഈസ് എ ക്രിമിനൽ അല്ലെ, അയാൾ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ, സെക്ഷൽ ക്രിമിനൽ ആണ് അയാൾ. ക്രിമിനൽ ഇസ് എ ക്രിമിനൽ. ക്രിമിനലിനെ ഏത് രീതിയിൽ നിങ്ങൾ ഘോഷിച്ചാലും ശരി, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു. സ്വയം വിലയിരുത്തലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും അല്ലെ. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാവും ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ പ്രോഗ്രസീവ് സർക്കിളിനെ, എസ്പെഷ്യലി ഈ പ്രോഗ്രസീവ് സർക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ, അതിന് താഴെ ഒത്തിരി കമന്റ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പലരും മ്യൂച്വലിലേക്ക് കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ പറ്റുന്നു, നിങ്ങൾ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനത്തെ ഒരു ക്രൈമിനെ, അല്ലെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിച്ച ട്രോമയെ, ആ സ്ത്രീകൾ അനുഭവിച്ച പെയിനിനെ, ഇതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അയാളുടെ അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് വളരെ നന്നായി, സ്വന്തമായി അഡ്മിറ്റ് ചെയ്തു, സ്വന്തമായി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അത് വല്ലാത്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം എന്ത് തിരിച്ചറിവാണ് സെക്ഷൽ അബ്യൂസിന് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡെഫിനിഷനാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുട്ടി ഘോഷിപ്പൽക്ക് ആദ്യം നിർത്തുക. കാരണം ഇദ്ദേഹം അർഹിക്കുന്ന എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇയാളുടെ ഒരു ഷിഫ്റ്റ്, ഇയാളുടെ ഒരു ഫേസ് ഓഫ് ചേഞ്ച് നമുക്ക് അതിനകത്ത് ഇയാളുടെ എഴുത്തുകളിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നിയമപാലകർ അല്ലെങ്കിൽ നിയമസംരക്ഷകർ ഇതിനെതിരെ കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ. ഒപ്പം തന്നെ ആ സ്ത്രീകളോട് എന്റെ സ്നേഹവും ഐക്യദാർഢ്യവും ഞാൻ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, ഇതിന് ഇച്ചിരി പ്രായക്കൂടുതലുണ്ട്. 2 വർഷം മുൻപുള്ള വെളിപ്പെടുത്തലാണ്. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉള്ള ഗോവിന്ദൻ, MV ഗോവിന്ദൻ, എന്തോ ഒരു ഗോവിന്ദൻ, ആ ഗോവിന്ദൻ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടു, ഇവൻ ഈ പടനായകനാണ്, കേരളത്തിന്റെ പടനായകനാണ്. പിന്നെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്തെന്നറിയാമോ, വേടൻ തിരുത്തിക്കൊണ്ട് വന്നവനാണ്. നോക്കൂ, ഈ പറയുന്നവന്മാരുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളെ ആയിരുന്നു ഈ വേടൻ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ് നടത്തിയത് എങ്കിൽ ഇവരിത് പറയുമായിരുന്നോ? ഇല്ലെന്നേ. അപ്പോഴെന്താണ്, കണ്ടോന്റെ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാമപ്രാന്തിനെ കുറിച്ചാണ് 2 വർഷം മുൻപ് ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് ഇവനിൽ നിന്ന് അനുഭവപ്പെട്ട ഒരുപാട് വേദനയൂറുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത്. അവന് ഈ വേടനെ കൊണ്ടുവന്നത് ഇയാളിന് ഈ പറയുന്ന ജിഹാദികൾ എഴുതി കൊടുത്ത വരിയും വായിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൂട്ടാൻ ഇവന് കഴിവുണ്ട്. കാരണം കേരളം ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികളാൽ എഴുതപ്പെട്ട വരികൾ വായിച്ചുകൊണ്ട് അതിൽ തെറിയൊക്കെ മിക്സ് ചെയ്ത് അവന്റേതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് ഇവിടുത്തെ ജിഹാദികൾ അത് വിജയിപ്പിച്ചു. മാത്രമാണോ, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള രേവതി സമ്പത്തിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. പിന്നീട് ഈ വേട്ടാവളിയനായിട്ടുള്ള കണ്ടി ബൈജുയുടെ ഒരു അട്ടഹാസവും അവന്റെ ഒരു പരിഹാസവും, നീ ഒന്നും വേടന്റെ ഒരു പൂട പോലും ചൊറിയാനില്ല, കാരണം നീ ഒന്നും വേടൻ എന്നല്ല, വേടന്റെ 7 അയലത്ത് പോലും വരില്ല. ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഇത്രയധികം ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവിടുത്തെ സംഘികൾ എന്നുള്ള മനസ്സിലാക്കുക. കാരണം അറിയപ്പെടാതെ കിടന്ന ആളുകൾ പോലും വേടൻ എന്ന് പറയുന്ന കലാകാരനെ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് കൂടുതൽ ആരാധകർ ഓരോ പൊതുപരിപാടിയിലും വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വേടനുള്ള ഒരു അംഗീകാരം അത് ഒരു സെലിബ്രിറ്റിക്കും ഇല്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇല്ലാത്ത ഒരു കാഴ്ചയാണ്. കാരണം ഇവിടുത്തെ യൂത്താണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ ശക്തി എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി വരാൻ പോകുന്ന ഒരു തലമുറ, ഈ രാജ്യത്തിന്റെ ഭാവി നിയന്ത്രിക്കുന്ന ഒരു സമൂഹം അത് വേടന്റെ പുറകെ ആയതുകൊണ്ട് അതിനകത്ത് ഊത്തൽ പിടിച്ചിട്ടാണ് ഇതുപോലുള്ള വൃത്തികെട്ട ആളുകളെയൊക്കെ ഇറക്കിക്കൊണ്ട് വേടനെതിരെ സ്ത്രീ പരാമർശം നടത്തിയിട്ട് അങ്ങോട്ട് ഒതുക്കി കളയാം, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത്. അത് കേരളത്തിൽ വില പോകില്ല. അതുകൊണ്ട് അപ്പി ബൈജു, നീ അതിനകത്തിരുന്ന് അത് വാരി തിന്ന്, നീ തിന്നു മുറ്റി കൊഴുത്ത് നീ അവിടെ ഇരുന്നോ. ഇനിയും നീ ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ നിനക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും